ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ട്രക്ക് കഴിഞ്ഞ് വന്ന് ഞാൻ ഇവിടെ സ്റ്റേ ആട്ടോ. ഞാൻ 28-ാം തീയതി തിരിച്ചു പോവുള്ളൂ. നാളെ വേറൊരു ട്രക്കും കൂടെ ഉണ്ട്, കുതിരമുഖം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ അവിടെ സ്റ്റേ ചെയ്യുവാണ്. ഞാനിപ്പോൾ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇന്നലെ ഞങ്ങൾ താമസിച്ച് ആ ചായക്കടയുടെ ബാക്കിലുള്ള ഒരു സ്റ്റേയിലാണ്. എന്നിട്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ റിട്ടേൺ പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് സ്റ്റേ എടുത്തു. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ നോക്കി, നല്ല മഴക്കാറാണ്. നാളെ മഴ ഇത്തിരി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ എനിക്ക് മര്യാദക്ക് ട്രക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മഴയുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുണ്ടോ, ഇതാ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതുണ്ടോ, ഇവിടെ നോക്കിയേ, മാതാവിനെ നോക്കിയേ, പട്ട് സാരി കൊടുത്ത മാതാവ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഇതെന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഈ വേളാങ്കണ്ണി മാതാവിനെ ഒക്കെ ഇങ്ങനെ ഉണ്ടോ, എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനിപ്പോൾ ഇത് കണ്ടത്. നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടോ, കോട നോക്കിയ ബാക്കിൽ മലകളൊക്കെ മറഞ്ഞ്. അപ്പോൾ ചങ്ങായിമാരെ, എനിക്ക് പണി കിട്ടി. ഞാൻ കുതിരമുഖ് ട്രക്ക് പോകാൻ നിന്ന ട്രക്ക് ക്ലോസ് ചെയ്തിട്ടോ. മഴ കാരണം ട്രക്ക് ക്യാൻസൽ ചെയ്ത്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ സ്റ്റക്കായിരിക്കുക. നാളെ എൻ്റെ ട്രെയിന്, അതായത് 28-ാം തീയതി. ഇന്ന് 27-ാം തീയതി. അപ്പോൾ രാവിലെ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഞാൻ ചായ കുടിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ സാംസൈ വില്ലേജിലാണ്. മലയേക്കാൾ രസമുണ്ട്. ഇത് ഇവിടുത്തെ എല്ലാവരും മഴയത്ത് ഈ കോട്ടാട്ടോ ഇടുന്ന പോഞ്ചോ എന്ന് പറയും. 100 രൂപയേ ഉള്ളൂ. പല കളറ് കിട്ടും. നല്ല രസമാണ്. മഴയത്ത് എല്ലാവരും ഇങ്ങനത്തെ ഇട്ടുകൊണ്ട് പോകണതാണ്. അവൻ അതേ ചായ കുടിക്കാൻ ഇറങ്ങിയ. എൻ്റെ കയ്യിൽ വേറെ ക്യാപ്പ്, കുട, കാര്യങ്ങളൊന്നുമില്ല. ലഗേജ് ഉള്ളായിരുന്ന കാരണം ഞാനങ്ങനെ കുടയൊന്നും എടുത്തില്ല. അപ്പം എൻ്റെ ട്രക്ക് ക്യാൻസലായി. ഞാൻ ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ചായക്കട എത്തി. ഇവിടെ ചായക്കട കാണിച്ചു തരാം. നമ്മുടെ പള്ളി, സാരി കൊടുത്ത മാതാവിൻ്റെ പള്ളി. ഇപ്പുറത്തെ മുണ്ട് ഷർട്ട് ഇട്ട ഒരു പുള്ളിയുണ്ട്. ഇതാ ഇവിടെ കണ്ട, അതിൻ്റെ ഉള്ളിൽ ആരാന്നറിയാൻ പാടില്ല. അയ്യോ മഴ, അത് തരട്ടെ. ഇതാട്ടോ അവിടെ ചായക്കട. ഇവിടെ ഞാൻ വന്നപ്പോൾ സ്റ്റേ ചെയ്തേ, കുതിരമുഖ എക്കോ സ്റ്റേ. നമ്മുടെ ചായക്കട എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രക്ക് മുടങ്ങിയ സ്ഥിതിക്ക് നമ്മളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വന്നേക്കും കേട്ടോ. കളശ പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഒരു ഓഫ് റോഡ് ഒരു സ്ഥലത്ത് കൂടെ ഒക്കെയാണ് വന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. മഴ കുറച്ച് കുറഞ്ഞ്, എന്നാലും കോടയാട്ടോ ഫുള്ളത്. ഇപ്പോൾ നോക്കി മലയാളം. ഇത്ര നേരം മഴയില്ല തന്നെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ മഴ തുടങ്ങി. മല ഉണ്ടോ, കോടയാ ഫുള്ള്. വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നുണ്ടോ. നല്ല മഴയാണ്, അത് കാരണം വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നു. എൻ്റെ ഗൈഡാട്ടോ അത്, അച്ചു എന്നാ പേര്. അവർ ഈ ട്രക്കിങ്ങും പരിപാടികളൊക്കെ നടത്തുന്ന.
അപ്പോൾ ആർക്കെങ്കിലും നേത്രാവതി ട്രക്ക് ഇതൊക്കെ നടക്കാൻ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ നേത്രാവതി ട്രക്കൊക്കെ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യട്ടെ, നമ്പർ കൊടുക്കാം. ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ, കളശേശ്വര അമ്പലം. അപ്പോൾ കളശേശ്വര അമ്പലമാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ കയറാട്ടോ, ജസ്റ്റ് നോക്കാം. വലവയ്ക്ക് ആരടാ പറിക്കണ? വെള്ളം നല്ല കലങ്ങി കിടക്കും കേട്ടോ. അവിടെ ഒരു ചേട്ടനെ കണ്ടോ? ആ ചേട്ടൻ മീൻ പിടിക്കാന്ന് തോന്നുന്നു. ആള് ചൂണ്ടയൊക്കെ കോർക്കുക. അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ എൻഡിലെത്തി കേട്ടോ. ഫുള്ള് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പ്ലാവ്. ഇപ്പം സൂപ്പർ വൈബായി. ഫുള്ള് മരങ്ങളൊക്കെ. അതെ, ഇവിടെ അധികവും ഈ കവുങ്ങാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കവുങ്ങ് ഇപ്പം കുറഞ്ഞു തുടങ്ങും. ചക്ക, ഇവിടെ എന്തോ ബോർഡൊക്കെ ഉണ്ട്, പക്ഷെ കന്നഡയിലാണ്. ഇവിടെയൊക്കെ കോഫി ഇതൊക്കെ ആട്ടോ ഇവിടുത്തെ കൃഷി. കോഫി, കുരുമുളക്, ചിലയിടത്ത് വാനിലയൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ ട്രക്കിന് പോയ വഴിയിൽ വാനിലയൊക്കെ കണ്ട്. വാഴ, കവുങ്ങ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. ബ്രിഡ്ജ് കണ്ട് കഴിഞ്ഞ് വന്ന് ഇവിടെ ഒരു അമ്പലം ഉണ്ടേ, കൽസേശ്വര ടെമ്പിൾ കണ്ടോ. നമ്മൾ ഈ അമ്പലത്തിൽ വന്നു. ചെറിയ മഴയുണ്ട്, ഞാൻ കോട്ടൊക്കെ ഊരി. ഇവിടെ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ കണ്ടോ, അതായത് പരശുരാമൻ. നോക്കി എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ഞാൻ അകത്ത് കയറി തൊഴുതു കേട്ടോ. അവിടെ ധാര നടക്കുക. ഇത് കൽസേശ്വര ടെമ്പിൾ. ഇത് ശിവനാണ് കേട്ടോ. കൽസേശ്വര പറഞ്ഞാൽ ശിവനാണ്. 8000 വർഷം പഴക്കമുള്ള സ്റ്റാച്ചു ആണ് പറയുന്നത് ഇവിടെ. മീൻസ് അകത്ത് പൂജിക്കുന്ന ഇതില്ലേ, ശിവലിംഗം. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെയൊക്കെ കന്നഡയിൽ എഴുതിയേക്കണം, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. കലശേശ്വര സ്വാമി ടെമ്പിൾ, കലസ. ഇത് ത്രാസാന്ന് തോന്നുന്നു. ഞാൻ പുറത്തിറങ്ങി കേട്ടോ, മഴ തുടങ്ങി. നമ്മൾക്ക് പോകാൻ പോവാം.
അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്ന ഇവിടെ സർപ്പങ്ങളാട്ടോ. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. കൽസേശ്വര ടെമ്പിളൊക്കെ തൊഴുത് ഇപ്പോൾ ഹോർനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കും കേട്ടോ. മഴയിടയ്ക്ക് കുറയും വരും, അങ്ങനെ ഇരിക്കുക. ഹോർനാട് അന്നപൂർണേശ്വരി ടെമ്പിളാണ് ഇവിടെ. ഇവിടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഇത് ആരുടെയാണെന്ന് അറിയാൻ പാടില്ല. അല്ല ഇതിവിടുത്തെ ആചാര്യൻ എന്തോന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം കന്നഡയിൽ എഴുതി വെച്ചാണ്, അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതാണ് കൽസേശ്വര അല്ല, സോറി, ഹോർനാട് ടെമ്പിൾ, അന്നപൂർണേശ്വരി ടെമ്പിൾ ഉണ്ടോ. എന്താ വ്യാളീനെ നോക്കിക്കേ. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണമെന്ന് കേട്ടോ. പിന്നെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമായി. അവിടെ എന്തോ കടകളൊക്കെ ഉണ്ട്, ചെറിയ തിരക്കുണ്ട്. അവിടെ ഭക്ഷണത്തിൻ്റെ ഹോളൊക്കെ ഉണ്ട് കേട്ടോ. പ്രസാദ് ഭോജന, വേട്ടു പ്രസാദ് ഭോജനൊക്കെ ആയിരുന്നു അവിടെ. മറ്റേ തിരുവരങ്ങൊക്കെയാണ്, സ്റ്റേജൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നു. നമ്മൾ സ്റ്റെപ്പ് കയറിയാവുന്ന ഗോപുരം. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന അവിടെ സൈഡിൽ 2 സിംഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സിംഹത്തിൻ്റെ ഇത്. പിന്നെ ശ്രീകോവിലിനെ ചുറ്റിയിട്ട് ഒരു 4 തലയുള്ള സർപ്പം എന്തോ ചുറ്റിയ രീതിയിലാട്ടോ പണിതേക്കണം. ആ സർപ്പത്തിനെ നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിട്ട് സങ്കല്പിച്ചാണ്. അതിൽ നമ്മുടെ ഇട, പിങ്കള, നാഡി, 9 സെൻറ്ററുകൾ ഇതെല്ലാം പ്രതിനിധീകരിച്ചുള്ള രീതിയിലാണ് അത് വച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ സഹസ്രദളവും ഉണ്ട്, അതായത് ദ്വാദശാംഗം. അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ ആ ശ്രീകോവിലിൽ പണിതേക്കണം. നല്ല രസമുണ്ട്. ശ്രീകോവിലിന് ചുറ്റും ഒരു സർപ്പം ചുറ്റിയേക്കണമാതിരി. വ്യാളി അങ്ങനെ ഞാൻ തൊഴുതിട്ട് ഇറങ്ങി. അപ്പം മഴയിടക്ക് വരുന്ന തോരുന്ന ഇങ്ങനെ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിപാടും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ കുറച്ച് അവിടെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ ഉണ്ടായിട്ടോ, നവഗ്രഹ പ്രതിഷ്ഠ. അതിനകത്ത് ഞാൻ ഇതിട്ട് കാണിക്കിട്ട്. അപ്പം ഇത്തിരി മഴ പോയിട്ടുണ്ട്.
ഗുഡ് ഈവനിങ്. ഇപ്പോൾ 3 മണിയാകുമ്പോൾ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ സാംസ വില്ലേജിൽ നിന്ന് പോകുന്നു രാവിലെ 8:30 ബസ്സിന്. അവിടെ 12 മണിക്ക് എത്തിയാണ്. 3:4-നാണ് എൻ്റെ ട്രെയിന്. പക്ഷേ ട്രെയിൻ ലേറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 മണിയെങ്കിലും ആവുമായിരിക്കും. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം വന്നതെന്നൊന്നും അറിയില്ല. ഞാൻ 12 മണിക്ക് സ്റ്റേഷനിൽ വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ കുത്തിയിരിക്കും. അപ്പം ഇതാണ് മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. മഴ കേട്ടോ. ഇതെവിടെയൊക്കെ ഓട്ടോ എല്ലാ സംഭവങ്ങൾ, ടാക്സികളൊക്കെ കിടക്കുന്നു. ഇവിടെ പുറത്തൊരു ഹോട്ടലുണ്ടായി അടുത്ത്. ഞാൻ അവിടെ പോയിട്ട് പൊറോട്ടയൊക്കെ തിന്നു. നീ എപ്പോഴാണ് കഴിക്കണം അറിയില്ല. ട്രെയിൻ ലേറ്റ് അല്ലേ, അതുകൊണ്ട് ഇച്ചിരി കട്ടിയായിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ച്. ഇതാണ് മാംഗ്ലൂർ ജംഗ്ഷൻ. നല്ല തിരക്കുണ്ട് കേട്ടോ. അവൻ്റെ നേത്രാവതി പിക് ട്രക്കിൻ്റെ വീഡിയോ വരും കേട്ടോ. എല്ലാവരും കാണണേ. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ഇട്ട് വന്നവരെ ഗുഡ് ബൈ.